നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ഉദയഭാനും വീടിന്റെ പിന്നാമ്പുറത്തേക്ക് എന്നു. അവിടെ ശ്രീകല ഭാഗം കാര്യങ്ങളൊക്കെ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉദയഭാനുവിന്റെ ചെരുപ്പ് തൊട്ട് സർവ്വ സാധനങ്ങളും വിഗും കാര്യങ്ങളും ഉദയഭാനുവിന് ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് ഉദയഭാനു അപ്പുറത്തേക്ക് മാറി. അതിനുശേഷം അവിടെ തന്നെ നിന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറുവാണ്. പിന്നീട് ഇട്ടിരുന്ന വേഷമൊക്കെ അതിനകത്തേക്ക് അഴിച്ചു വെച്ചു. എന്നിട്ടോ ഫ്ലൈറ്റ് മിസ്സായെന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് കയറി വരുവാണ്. ആ സമയത്ത് സുകന്യയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. തനിക്ക് ഇവിടെ വരെ വന്നിട്ട് ഉദയഭാനു സാറിനെ കാണാൻ പറ്റില്ലല്ലോന്ന്. അങ്ങനെ ഒടുവില് സുകന്യ തിരികെ പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഉദയഭാനുവിന്റെ വരവ്. ഉദയഭാനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുകന്യ ഒരു നിമിഷം അന്താളിച്ചു പോയി. പെട്ടെന്ന് സുകന്യ ചോദിച്ചു, അല്ല സാറ് സിംഗപ്പൂർക്ക് പോയെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ സുകന്യ, പോകാൻ പറ്റിയില്ല, എന്റെ ഫ്ലൈറ്റ് മിസ്സായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ഓ എന്റെ ഭാഗ്യം, അതുകൊണ്ടാ സാറിന് ഫ്ലൈറ്റ് മിസ്സായെന്ന് പറഞ്ഞു. അല്ല സുകന്യ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സ്ലേഹ പറഞ്ഞു, അതെ സുകന്യയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത്. അപ്പൊ സുകന്യ അവിടെ വന്നപ്പോ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അല്ല സുകന്യക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ ഒക്കെ കൊടുത്തോ ശ്രീകല്യെന്ന് ചോദിച്ചു. കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ഒരു സേർവന്റ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അതെ ചേച്ചിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചേച്ചി കിടക്കുമായിരുന്നു ഒക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു ശ്രീകല്യനെ ഒന്ന് നോക്കി. പിന്നീട് ഉദയഭാനു പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ മോളെ, ഓരോരോ മാരണങ്ങൾ ഇടയ്ക്ക് വരും. കൃത്യസമയത്ത് തന്നെ അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒന്ന് രണ്ട് മീറ്റിങ്ങുകളും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സായി പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഭയങ്കര സന്തോഷത്തോടുകൂടി സുകന്യ പറഞ്ഞു, അതുകൊണ്ട് എന്താ എനിക്ക് സാറിനെ കാണാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, അതെ ഉദയേട്ടനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ സുകന്യ ഇങ്ങോട്ടേക്ക് വന്നേ. എന്നെ കാണാനോ? ബാ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു. കാരണം മനസ്സിൽ എന്താ ഉള്ളതെന്നൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അദസ്വിന്റെ സാർ, ഞാൻ വേറൊന്നിനും വേണ്ടിയല്ല വന്നേ, സാറിനെ ഒന്ന് കണ്ട് ഒരു ഉപദേശമൊക്കെ തേടണം. ഉപദേശം തേടാനോ? എന്നോടോ? എന്തുപദേശം തേടാനാന്നൊക്കെ ചോദിച്ചു ഉദയഭാനും. വലിയ ബിൽഡപ്പ് ഇട്ടാണ് ഉദയഭാനു സംസാരിക്കുന്നത്. വലിയ പടക്കാരന്റെ ഭാഗത്തിലുള്ള സംസാരം. വലിയ ബിസിനസ്മാൻ അല്ലേ, അപ്പൊ ആ രീതി വേണമല്ലോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നീട് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സുകന്യ ആ കാര്യം പറയുന്നത്. അത് പിന്നെ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. ബിസിനസ്സോ? അതെ ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. ധർമ്മേട്ടന്റെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നെങ്കിലും എനിക്ക് പക്ഷെ അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാല് ദേവിയുടെ അവിടുത്തെ ജീവിതം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്. ശരിക്കും ഒരു കുടിസ് വീടിനകത്തല്ലേ ശ്രീദേവി കഴിയുന്നേ. ഇത്രയും വലിയൊരു കോടീശന്റെ മോള ശ്രീദേവി, പക്ഷെ അങ്ങനെ ഒരു വീട്ടിൽ കഴിയേണ്ടവളാണ് അവള്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴേക്ക് ശ്രീകലയും ഉദയഭാനും പരസ്പരം നോക്കണം. ഇവൾക്ക് എന്തറിയാം, സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവള് മുഖത്ത് കാർപ്പിച്ച് തുപ്പിയിട്ട് പോകുന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. പിന്നീട് സുകന്യ പറഞ്ഞു, ശരിക്കും ഇപ്പം ശ്രീദേവിയുടെ കൂട്ടുകെട്ടുകൾ ആരാന്നറിയാവോ? ആ മീനാക്ഷിയും മിത്രയൊക്കെയാ അവരാ വലിയ കൂട്ടുകെട്ടുകള്. ശ്രീദേവി അവിടെ എങ്ങും കഴിയേണ്ടല്ല. ശ്രീദേവിയെ വിളിച്ചുകൊണ്ട് ആനന്ദ് വേറൊരു വീട്ടിലേക്ക് താമസം വരേണ്ടതാ. നല്ലൊരു വീടെടുത്ത് അവിടെയാണെങ്കിൽ ശരിക്കും ശ്വാസം വിടാൻ പോലും പറ്റാത്തൊരു വീടാണ്. ശ്രീദേവിക്ക് അതൊരു പ്രശ്നമല്ല. അതെ ഒരു കാര്യം ചെയ്യണം, സാറും ചേച്ചിയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ശ്രീദേവിയെ. അതുപോലെ ഒരു വീട്ടിൽ കഴിയുന്നേക്കാളും ഭേദം ആനന്ദിനെ വിളിച്ചുകൊണ്ട് മാറുന്നതല്ലേ നല്ലത്. ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ഞങ്ങൾ വേറൊന്നും നോക്കില്ല സുകന്യ, ആനന്ദിന്റെ സ്വഭാവം നല്ലതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം. പിന്നെ അറിയാലോ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ആഡംബരത്തോട് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അത് ഞാൻ ആലോചിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇത്ര വലിയ കോടീശ്വരനായ ആള് ഇങ്ങനത്തെ ഒരു വീട്ടിൽ കഴിയേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടെ നല്ല വീട്ടിൽ കഴിഞ്ഞാൽ പോരായിരുന്നോ? ആ സമയം ഉദയഭാനു മനസ്സിൽ പറയാം, ഇതിന് പോലും വാടക കൊടുക്കാതെ കിടക്കുക, അതിന്റെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. എന്താ സാർ ആലോചിക്കുന്നേ? അല്ല അത് പിന്നെ അങ്ങനെയൊക്കെ ആവായിരുന്നു. ഇതിപ്പോ ഇവിടുത്തെ ഒരു വീട്, പിന്നെ എനിക്ക് കുറെ സ്ഥലങ്ങളിൽ വീടുണ്ടെന്ന് പറഞ്ഞു. വേറെ സ്ഥലങ്ങളും വീടുണ്ടോ? ഉണ്ടോന്നോ? പിന്നെ മോൾ ഇവിടെയല്ലേ, ശ്രീദേവി ഇവിടെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിയാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മോളെ പോയി കാണാനും പറ്റുമല്ലോ. പിന്നെ ഈ ഫാം ഹൗസൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾക്കുണ്ട്. പിന്നെ വലിയ വലിയ വീടുകളുണ്ട്, അവിടെയൊക്കെ പോയി ആര് താമസിക്കാൻ? ആകെപ്പാടെ 2-3 പേരല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ശരിയാ, അത് ഒരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാ. എന്നാലും സാറിനെ അത് സംഭവിച്ചു വന്നിരിക്കുന്നു. ഇത്ര വലിയ പണക്കാരനായിട്ടും അതിന്റെ ഒരു അഹങ്കാരം ഇല്ലാത്തൊരു മനുഷ്യന് എന്നൊക്കെ ഇങ്ങനെ സുകന്യ പുകഴ്ത്തി വിടുവാണ്. എങ്ങനെയെങ്കിലും ഉദയഭാനുവിനെ കയ്യിലെടുക്കണം, അതായിരുന്നു അവളുടെ ചിന്ത. പിന്നീട് ഉദയഭാനു ചോദിച്ചു, അല്ല സുകന്യ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ല. അതോ ഞാൻ പറഞ്ഞല്ലോ സാറേ, എനിക്കൊരു ബിസിനസിന്റെ കാര്യം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. കാരണം ധർമ്മേണ്ണാണെങ്കിൽ ഇപ്പോഴ ആ കടയിൽ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുക ഗോമതി സ്റ്റോഴ്സിൽ. എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നേ. എന്റെ മനസ്സിലെ ആഗ്രഹം ദേ സാറിനെ പോലെ ബിസിനസ്സിൽ ഉയരണം എന്നുള്ളതാണ്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് സാറിന്റെ സഹായം വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു ചോദിച്ചു, സഹായം? എന്ത് സഹായം? അത് പിന്നെ ഈ ബിസിനസിനെ കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ സാറിനാണ് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാലോ. അപ്പം സാറും കൂടെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അറിയാലോ. ആ, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണം ഇഷ്ടം പോലെ വേണം, പണം അറിഞ്ഞു വേണം കളിക്കാനെന്ന് പറഞ്ഞു. അത് പിന്നെ പണത്തിന്റെ കാര്യമൊന്നും ഓർത്ത് സാറ് വിഷമിക്കണ്ട, പണമൊക്കെ ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉദയഭാനുവിന്റെ കണ്ണുകളൊക്കെ ഒന്ന് തിളങ്ങി. അതുപോലെ തന്നെ ശ്രീകലയ്ക്കും. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അങ്ങനെയാണ് നമുക്കൊന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. സാറേ, കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ സാറിന്റെ അടുത്തേക്ക് വരാം, എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തോണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. സുകന്യ ധൈര്യമായിട്ട് പോയിക്കോ. ഈ ഉദയഭാനു ഒരു കാര്യം ഏറ്റോ തന്നെയാ. ദിവസേന എൻ്റെ അടുത്ത് എത്ര ആൾക്കാരാ വരുന്നതെന്നറിയാവോ? ഇപ്പൊ തന്നെ മന്ത്രി വിളിച്ചു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളത്തരമൊക്കെ അങ്ങോട്ട് പറയണം. അത് കേട്ടപ്പോ സുകന്യ ഒരു അമ്പരപ്പോടും കൂടി നോക്കണം. ഓ, എത്ര വലിയ മനുഷ്യനാ തന്റെ മുന്നിൽ ഇരിക്കുന്നേ. പക്ഷേങ്കില് ഇദ്ദേഹത്തിന്റെ വില ദേവമംഗലത്തുള്ള ആർക്കും അറിയത്തില്ല എന്ന് തോന്നേ. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മാക്സിമം അവർ പ്രയോജനപ്പെടുത്തിയാലെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് സുകന്യ ഇറങ്ങണേ. ആ സമയം വല്ലാത്ത ടെൻഷനിലുണ്ടായിരുന്നു ശ്രീദേവി. ഒരു പക്ഷേ ഈ സുകന്യേച്ചി അവിടെ പോയി കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്നൊരു ചിന്ത. സുകന്യേച്ചി വന്നിട്ടുണ്ടെങ്കിൽ താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരും. പിന്നീട് ശ്രീദേവി പുറത്തേക്ക് വരുവാണ്. ആ സമയം ആശ്വസിപ്പിച്ചോണ്ട് ആനന്ദ അരികിലുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. എങ്ങാനും നിനക്ക് ടെൻഷൻ കൂടി BP ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കൂടെ ബാധിക്കുന്ന കാര്യമാണ്. ഒന്നും അറിയാനൊന്നും പോകുന്നില്ല, വരുന്നിടത്ത് വെച്ച് കാണാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷെ ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതേ സമയം സുകന്യ പോയി കഴിഞ്ഞപ്പോ ശ്രീകല ഉദയഭാനുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ പോയതുണ്ടല്ലോ, നല്ലൊരു ഇതാന്ന് പറയണ. തേടിയ പള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായിരുന്നു. അത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, എടി നീ ഇതെന്തറിഞ്ഞിട്ടാ? നമ്മുടെ അവസ്ഥ നമുക്കറിയാലോ. എന്റെ ഉദയേട്ടാ, അവളുടെ ഇഷ്ടം പോലെ പണം ഉണ്ടെന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന പറയാ. നമ്മൾ പറയുന്ന പോലെ അതേന്നെ, നമ്മൾ അവളെ ചൂണ്ടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ തീരുമാനിക്കും. അവളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്കത് അടിച്ചു മാറ്റാന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, ആ ബാലന് എങ്ങനെ 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ആ സമയത്താണ് സുകന്യ വന്നത്. പക്ഷെ നമ്മുടെ കള്ളത്തരങ്ങൾ എങ്ങനെ പിടികൂടുവോ? എവിടെ നിന്ന് പിടികൂടാനായിട്ട്? പിടികൂടാനൊന്നും പോകുന്നൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഉദയേട്ടാ. അവള് കാര്യങ്ങളൊക്കെ അറിയാതിരുന്നാൽ മതി. ഇത്രയും കാലമായിട്ടും ആ ബാലൻ അറിഞ്ഞില്ലോ, പിന്നെയാണോ ഇനിയിപ്പോ സുകന്യ അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് ശരിയാ, അതൊരു നല്ല കാര്യം. അതല്ലേ ഉദയേട്ടൻ, ഞാൻ ഉദയേട്ടനെ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞ് വിളിപ്പിച്ചേ. ഇത്ര റിസ്ക് എടുത്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ സുകന്യയെ പറ്റിക്കാനായിട്ട് അവര് തയ്യാറാകുകയാണ്. ആ സമയം സുകന്യ ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ദേവമംഗലത്തേക്ക് വരിക. ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന കണ്ടപ്പം ശ്രീദേവി ആനന്ദ് ഞെട്ടലോടെയാണ് നോക്കുന്നത്. സുകന്യയെ കണ്ടുകഴിഞ്ഞപ്പം വല്ലാത്ത വെപ്രാളമായി. ആനന്ദേട്ട, എനിക്ക് പേടിയാന്നു, എന്റെ കൈയും കാലും ഒക്കെ വരയ്ക്കെന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് സുകന്യ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് ശ്രീദേവിയോട് വന്നിട്ട് പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ശ്രീദേവി ചോദിച്ചു, എന്താ സുകന്യേച്ചി? കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു, എന്നാലും ഇത് വേണ്ടായിരുന്നു പറഞ്ഞു. എന്താന്ന് ആനന്ദൻ ചോദിക്കണം. അപ്പോഴേക്കും ആനന്ദിനോട് പറഞ്ഞു, എല്ലാം അറിഞ്ഞു വെച്ചോണ്ടായിരുന്നല്ലേന്ന് ചോദിച്ചു. ആനന്ദ് പറഞ്ഞു, എന്ത്? അപ്പൊ ആനന്ദ് ഓർത്ത് ഇനിയിപ്പം അവരുടെ കള്ളത്തരങ്ങളൊക്കെ താൻ അറിഞ്ഞ കാര്യം സുകന്യേച്ചി അറിഞ്ഞു കാണുമെന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴാണ് സുകന്യ പറയുന്നത്, എത്ര വലിയ കോടീശനായ ആളാണ് ഉദയഭാനു സാറ്, എന്നിട്ടോ ഇതുപോലൊരു വീട്ടിൽ കൊണ്ടുവന്ന് ഈ ശ്രീദേവി ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് കേട്ടപ്പോ ശ്രീദേവി ആനന്ദും പരസ്പരം നോക്കണം. അവർക്ക് മനസ്സിലായി സുകന്യ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ദേവിയുടെ വീട്ടിൽ പോയി. ദേവിയുടെ അച്ഛനെ അമ്മയെ കണ്ടു. ഭാഗ്യം കൊണ്ടാണ് ഉദയഭാനു സാറിന് ഫ്ലൈറ്റ് മിസ്സായത്. അല്ലായിരുന്നെങ്കിൽ ഉദയഭാനു സാറിന് എനിക്കിന്ന് കാണാൻ പറ്റില്ലായിരുന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറയണം. അപ്പൊ ദേവിക്കൊരു കാര്യം മനസ്സിലായി, അച്ഛനും അമ്മയും ഇവരുടെ മുന്നിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാ ആനന്ദിന് ശരിക്കും ശ്വാസം നേരെ വീണേ. ഒരു പക്ഷേ സുകന്യ ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിൽ പണി പാടിയാലെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ശ്രീദേവി ചോദിച്ചു, അല്ല സുകന്യേച്ചി എന്തിനാ വീട്ടിലേക്ക് പോയെന്ന് ചോദിച്ചു. അതോ ഉദയഭാനു സാറിനെ ഒന്ന് കാണായിരുന്നു. പിന്നെ അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം വരുന്നെന്ന്. അപ്പൊ അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ വീട്ടിലും കൂടെ പോരാതെ എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ കരുതിയിട്ട് പോയതാന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത്ര നല്ല എളിമയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. കോടീശ്വരന്മാരാണെങ്കിലും അതിന്റെ ജാടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ശ്രീദേവി, ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനൊരു വീട്ടിൽ കഴിയേണ്ടവളല്ല കേട്ടോ. പിന്നീട് ആനന്ദിനൊരു ഉപദേശം കൊടുത്തു, എത്രയും പെട്ടെന്ന് ശ്രീദേവിയും കൊണ്ട് ഒരു നല്ല വീട്ടിലേക്ക് മാറാൻ നോക്ക്. ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലൊരു വീട്ടിൽ കഴിയില്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് ശ്രീദേവി ആനന്ദിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്രീദേവിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്.
എന്നാലും എത്ര കാലത്തേക്കാന്ന് അറിയത്തില്ല, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.